ജീവനകലയുടെ മാന്ത്രികവും മനോഹരവുമായ ഒരു ആവിഷ്കാരമാണ് ക്രിയായോഗ. ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും ചൈതന്യമേറിയ തപശ്ചര്യയാണ് ക്രിയായോഗ. തിരുവനന്തപുരം നെട്ടയത്തെ ശ്രീ വിദ്യാനന്ദഗിരി സ്വാമികൾ ക്രിയായോഗയുടെ ഉപാസകനും പരിശീലകനുമാണ്. നെട്ടയത്തെ ശ്രീ വിദ്യാശ്രമം ഇന്ന് ക്രിയായോഗയുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വേദാന്ത കറസ്പോണ്ടൻസ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഹിന്ദു മതത്തെ പ്രകീർത്തിച്ചുള്ളതാണ്. വേദങ്ങൾ എന്താണെന്നും ഉപവേദങ്ങൾ എന്താണെന്നും 6 ശാസ്ത്രങ്ങൾ എന്താണെന്നും ഇതിഹാസങ്ങൾ 18 പുരാണം, 18 ഉപപുരാണം, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിവയെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഹിന്ദുമതത്തിലെ അനുഷ്ഠാന പദ്ധതികളെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന ഒരു കോഴ്സാണിത്. ഇതിൽ ഒരു മന്ത്രം ജപിച്ചാൽ അത് എപ്രകാരം ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നും ഓരോ യോഗപദ്ധതികളുടെ വിശദീകരണങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവന്മാർ ആരാണ്, ഈശ്വരൻ ആരാണ്, ഈശ്വരനുണ്ടെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്, ഈ ദേവന്മാർ എന്നാൽ എന്താണ്, ഋഷീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്, ദേവന്മാരെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും ത്രിമൂർത്തികളെക്കുറിച്ചും ത്രിദേവന്മാരെക്കുറിച്ചും ത്രിദേവിമാരെക്കുറിച്ചും ദേവിമാരെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന ഒരു കോഴ്സാണിത്. ഈ ആശ്രമത്തിൽ പഠിപ്പിക്കുന്നത് ക്രിയായോഗം ആണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ക്രിയായോഗത്തിൽ 4 കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും പറഞ്ഞു. അതിൽ ക്രിയായോഗം, കുണ്ടലിനി യോഗം, ഖേജരി യോഗം, നാദയോഗം, ജ്യോതിർയോഗം എന്നിവയാണുള്ളത്. ഖേജരി യോഗം എന്നാൽ നാവിനെ മുകളിലേക്ക് മടക്കി ഉൾനാക്കിൽ തൊടിയിച്ച് വയ്ക്ക് ഇരിക്കുന്നതിനെയാണ് ഖേജരി എന്ന് പറയുന്നത്. അതുകഴിഞ്ഞ് നാദയോഗ എന്ന് പറഞ്ഞാൽ ഈശ്വരന് പ്രത്യേകം രൂപമില്ലെങ്കിലും ഈശ്വരനെ ജ്യോതിർ രൂപത്തിലാണ് സങ്കല്പിക്കുന്നത്. അതേപോലെ ഈശ്വരിയെ നാദരൂപത്തിലും സങ്കല്പിക്കപ്പെടുന്നു. ലളിതാ സഹസ്രനാമത്തിൽ 299 പേരാണ് ദേവിയുടെ യഥാർത്ഥ പേര്. ആ പേരും അതിൻ്റെ പര്യായ പദങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ലളിതാ സഹസ്രനാമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 299 പേര് മഹാനാദാത്മികേ ദേവി എന്നാകുന്നു. അപ്രകാരം നമ്മുടെ ശരീരത്തിനകത്ത് ആധാരചക്രങ്ങളിൽ വസിക്കുന്ന ദശമഹാവിദ്യകളുണ്ട്. ആ ദശമഹാവിദ്യകൾക്ക് ഓരോ ശബ്ദരൂപത്തിലാണ് അവരെ തിരിച്ചറിയുന്നത്. ചിണി ചിഞ്ചിണി നാദങ്ങൾ എന്ന് പറയും.